സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 3, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്ന് ഇൻഫർമേഷൻസിന്റെ കാലമാണ്. ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി ഇൻഫർമേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പത്രങ്ങളിലൂടെ, പല മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസ് ആവശ്യമില്ല. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രം മതി. അതിന് നമ്മൾ പല യൂട്യൂബ് ചാനലും ക്ലാസ്സുകളും പുസ്തകങ്ങളും ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ലഭിക്കും. ഇവിടെയും JDS കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ഈ ചാനൽ നൽകുന്ന ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഡിസംബർ 3 ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ട് ആചരിക്കുന്നു. എല്ലാ വർഷവും ഡിസംബർ 3 ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിൽ വന്നൊരു ചോദ്യമാണ്, 57th റേസിംഗ് ഡേ ഓഫ് ദി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേ? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ 57ാമത് റേസിംഗ് ഡേ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഇതിന്റെ ഉത്തരം 1 ഡിസംബർ 2021. ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും JDS കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. Who wins the World Athletics Women of Year Award 2021? 2021 വേൾഡ് അത്ലറ്റിക്സ് വുമൻ ഓഫ് ഇയർ അവാർഡ് നേടിയത് ആരാണ്? അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ അഞ്ജു ബോബി ജോർജ് 2021 വേൾഡ് അത്ലറ്റിക്സ് വുമൻ ഓഫ് ഇയർ അവാർഡ് നേടി. 2016 ഒരു ട്രെയിനിങ് അക്കാദമി തുടങ്ങിയ അഞ്ജു ബോബി ജോർജ് ഇതിനകം തന്നെ ലോക അണ്ടർ-20 മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ സഹായിച്ചു. 2003 പാരീസിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെങ്കലം നേടിയാണ് അഞ്ജു ബോബി ജോർജ് ചരിത്രം കുറിച്ചത്. ഈ നേട്ടത്തോടെ ലോക ചാമ്പ്യൻഷിപ്പിൽ 6.70 മീറ്റർ ചാടി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി. അഞ്ജു ബോബി ജോർജ് 2005 ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷന്റെ ലോക അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ്. On which date did the Rajya Sabha pass the Dam Safety Bill 2019? ഏത് തീയതിയിലാണ് രാജ്യസഭ ഡാം സുരക്ഷാ ബിൽ 2019 പാസാക്കിയത്? 2 ഡിസംബർ 2021. ഡാം സേഫ്റ്റി ബിൽ 2019 ഇത് ലോക്സഭ 2019 ഓഗസ്റ്റ് 2 തീയതിയാണ് പാസാക്കിയത്. അതിനുശേഷം ഇപ്പോൾ രാജ്യസഭ ഡിസംബർ 2 രാജ്യസഭയിൽ ഡാം സേഫ്റ്റി ബിൽ 2019 പാസാക്കി. 12 അംഗങ്ങളുടെ സസ്പെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് രാജ്യസഭയിലെ ആദ്യത്തെ ഈ ബിൽ പാസാക്കുന്നത്. അണക്കെട്ടുകളുടെ സുരക്ഷിതമായ പരിപാലനം സംബന്ധിച്ച് ദേശീയ നയം 40 വർഷമായി തീർപ്പാക്കാതെ കിടക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അറിയിച്ചു. എന്നാൽ ഈ ബിൽ പാസാക്കുന്ന നേരത്ത് ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലെ തിരുച്ചി ശിവ കൊണ്ടുവന്ന ഭേദഗതി പരാജയപ്പെട്ടു. In which state was the first 2 Omicron virus case reported in India? ഇന്ത്യയിൽ ആദ്യമായി 2 ഒമിക്രോൺ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ ഒമിക്രോൺ വൈറസ് ഡിസംബർ 2 കർണാടകയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 46 66 വയസ്സുള്ള 2 വ്യക്തികൾക്കാണ് ഈ വൈറസിന്റെ സിംറ്റംസ് കണ്ടത്. ഒമിക്രോൺ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയാണ് നവംബർ 24. Which state won the National Award Best State in Promoting the Empowerment of Persons with Disabilities for 2021? 2021 വികലാംഗരുടെ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിൽ മികച്ച സംസ്ഥാനം എന്ന ദേശീയ അവാർഡ് നേടിയ സംസ്ഥാനം? തമിഴ്നാട്. ഡിസംബർ 3 ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആയിട്ട് ആചരിക്കുന്നു. ഇതേ വേളയിൽ തമിഴ്നാടിനെ ബെസ്റ്റ് സ്റ്റേറ്റ് എന്ന ദേശീയ അവാർഡ്
വികലാംഗരുടെ ശാക്തീകരണത്തിന് ലഭിച്ചു. ഡിസംബർ 3 ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ വെച്ച് ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഈ അവാർഡ് ദാന ചടങ്ങ് നടത്തും. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് യൂണിയൻ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണ്. വിച്ച് ബാങ്ക് ഈസ് ജോയിൻ ഹാൻഡ്സ് വിത്ത് അദാനി ക്യാപിറ്റൽ ആസ് എ co-lending partner to provide loans to farmers in the country? രാജ്യത്തെ കർഷകർക്ക് വായ്പ നൽകാൻ അദാനി ക്യാപിറ്റലുമായി സഹവായ്പാ പങ്കാളിയായി കൈകോർക്കുന്നത് ഏത് ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും വലിയ വായ്പദാതാവായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അദാനി ക്യാപിറ്റലുമായി സഹകരിച്ച് രാജ്യത്തെ കർഷകർക്ക് വായ്പ നൽകുന്നതിന് സഹവായ്പ പങ്കാളിയായി കർഷകർക്ക് ട്രാക്ടറും കാർഷികോപകരണങ്ങളും വാങ്ങുന്നതിനും കാർഷിക പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി അദാനി ഗ്രൂപ്പിന്റെ NBFC വിഭാഗമായ അദാനി ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒരു മാസ്റ്റർ കരാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒപ്പിട്ടു. How many sports persons are getting pension after the retirement under the scheme of Sports Fund for Pension to Meritorious? സ്പോർട്സ് ഫണ്ട് ഫോർ പെൻഷൻ ടു മെറിറ്റോറിയസ് എന്ന പദ്ധതി പ്രകാരം എത്ര കായിക താരങ്ങൾ വിരമിച്ച ശേഷം പെൻഷൻ വാങ്ങുന്നുണ്ട്? 821. ഡിസംബർ 2 821 കായിക താരങ്ങൾ അവരുടെ വിരമിക്കലിന് ശേഷം പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ രാജ്യസഭയിൽ അറിയിച്ചു. ഇന്ത്യൻ പൗരന്മാരായ ഒളിമ്പിക്സ് ഗെയിം, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ലോകകപ്പ്, ലോക ചാമ്പ്യൻഷിപ്പ്, പാരാലിമ്പിക്സ് ഗെയിംസ് എന്നിവയിൽ മെഡലുകൾ നേടിയിട്ടുള്ള കായിക താരങ്ങൾക്ക് ആജീവാനന്ദ പ്രതിമാസ പെൻഷൻ 12,000 രൂപ മുതൽ 20,000 രൂപ വരെ നൽകുന്നതായി യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ അനുരാഗ് താക്കൂർ അറിയിച്ചു. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ ഹാസ് സസ്പെൻഡഡ് all its tournaments in which nation? വനിതാ ടെന്നീസ് അസോസിയേഷൻ ഏത് രാജ്യത്തെ എല്ലാ ടൂർണമെന്റുകളും താൽക്കാലികമായി നിർത്തിവെച്ചു? ചൈന. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ ചൈനയിലെ എല്ലാ ടൂർണമെന്റുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. മുൻ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന്റെ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമൻസ് ടെന്നീസ് അസോസിയേഷൻ ചൈനയിലെ എല്ലാ പരിപാടികളും ഉടൻ നിർത്തിവെക്കാനുള്ള നടപടി സ്വീകരിച്ചത്. WTA ചെയർമാൻ സ്റ്റീവ് സൈമൺ ആണ് ഇക്കാര്യം അറിയിച്ചത്. ഹോങ്കോങ് ഉൾപ്പെടെ ചൈനയിലെ എല്ലാ WTA ടൂർണമെന്റുകളും ഉടൻ നിർത്തിവെക്കുന്നതായിട്ട് അദ്ദേഹം അറിയിച്ചു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, എവറി ഇയർ ഓൺ December 2 നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ ഈസ് ഒബ്സർവ്ഡ് ടു കോമമറേറ്റ് വിച്ച് ഇൻസിഡന്റ്? എല്ലാ വർഷവും ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് ഏത് സംഭവത്തിന്റെ ഓർമ്മയ്ക്കാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.